ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസൺ തല ഉയർത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ ഇന്ന് നടന്ന അവസാന മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ഗോവയെ പരാജയപ്പെടുത്തി ആഷ്ലി വെസ്റ്റ്വുഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ ഈ സീസണിൽ തിരിച്ചു കൊണ്ടുവന്നത്. തുടക്കത്തിൽ ഡേവിഡ് കാറ്റ്ലയ്ക്ക് കീഴിൽ തകർന്നടിഞ്ഞ ഒരു ടീമിനെ അത്ഭുതകരമാം വിധം ആഷ്ലി വെസ്റ്റ്വുഡ് തിരികെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒരു അത്ഭുതം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്, ഒരു മാജിക് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അവസാനത്തെ 6 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് പരമാവധി നേടാൻ സാധിക്കുക 18 പോയിന്റുകളാണ്. അതിൽ 16 പോയിന്റുകളും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞു. അതായത് 6 മത്സരങ്ങളിൽ 5 മത്സരങ്ങളിലും വിജയം നേടി, ഒരു സമനിലയും നേടി. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തെ 6 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുകളാണ് സ്വന്തമാക്കിയത്. അതിന്റെ ക്രെഡിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ആഷ്ലി വെസ്റ്റ്വുഡിന് തന്നെയാണ് നൽകേണ്ടത്. 13 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിന്റെ ഒരു ക്രെഡിറ്റ് അത് ആഷ്ലി വെസ്റ്റ്വുഡിന് തന്നെ നൽകണം. ബ്ലാസ്റ്റേഴ്സിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് അദ്ദേഹമാണ്. ഗോവയെ പരാജയപ്പെടുത്തി, ബംഗളൂരു FCയെ പരാജയപ്പെടുത്തി, അങ്ങനെ പല വമ്പൻ ക്ലബ്ബുകളെയും പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയുടെ കാര്യത്തിൽ വലിയ അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുള്ളത്. നന്ദി കേരളം എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഫുൾ ടൈം കാർഡിൽ ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത്. മാത്രമല്ല മത്സരശേഷം താരങ്ങൾ എല്ലാവരും ഒരു ബാനർ കളിക്കളത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി കേരളം അഥവാ താങ്ക് യു കേരളം എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. കേരളത്തോട് അവർ നന്ദി പറയുന്നു. ഇത് ബ്ലാസ്റ്റേഴ്സ് അടച്ചു പൂട്ടാൻ പോകുന്നതിന്റെ സൂചനയാണോ എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സീസണിൽ ISL ഉണ്ടാകുമോ, അതല്ലെങ്കിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.